ദ ജംഗിൾ ബുക്ക്. പണ്ട് പണ്ട് ഇന്ത്യയിലെ ഒരു ഘോരവനത്തിൽ മൗഗ്ലി എന്നൊരു കുട്ടി ജീവിച്ചിരുന്നു. ബഗീര എന്ന കരിമ്പുലിയാണ് അവനെ ആദ്യമായി കണ്ടെത്തിയത്. ഒരു ചെറിയ കൊട്ടയിൽ മൗഗ്ലി പുഴയിലൂടെ ഒഴുകി വരുമ്പോഴാണ് ബഗീര അവനെ ആദ്യമായി കാണുന്നത്. എന്താണിത്? ഒരു മനുഷ്യക്കുഞ്ഞ്. ഇവനെ ഇവിടെ വിട്ടിട്ട് പോയാൽ ആരെങ്കിലും തിന്നുകളയും. ബഗീര അവനെയും കൊണ്ട് ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ അടുത്തെത്തി. എന്നിട്ട് അവനെ സീതയുടെയും രാമിന്റെയും മുന്നിൽ വെച്ചു. സീതയ്ക്ക് അപ്പോഴാണ് 3 കുട്ടികൾ ജനിച്ചിരുന്നത്. എനിക്ക് ഈ മനുഷ്യക്കുഞ്ഞിനെ കാട്ടിൽ നിന്നാണ് കിട്ടിയത്. സീത, നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഈ കുഞ്ഞിനെയും വളർത്തണം. അവനെയും അവരുടെ കുട്ടിയെപ്പോലെ വളർത്താമെന്ന് തീരുമാനിച്ച് സീത അവന് മൗഗ്ലി എന്ന് പേരിട്ടു. വർഷങ്ങൾ കടന്നുപോയി. മൗഗ്ലിക്ക് 10 വയസ്സായി. കാട് അവന്റെ വീടായി മാറി. മൗഗ്ലി, നിന്റെ സഹോദരന്മാരോട് അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം. ചെന്നായക്കൂട്ടത്തിന്റെ നേതാവായ റാം ഏറ്റവും ഉയർന്നൊരു മലമുകളിലിരുന്നു. കാട്ടിലെ മറ്റ് ചെന്നായ്ക്കളെല്ലാം അവന്റെ ചുറ്റും കൂടി നിന്നു. മൗഗ്ലിയും ബഗീരയും അകലെ ഒരു മരക്കൊമ്പിൽ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഷേർഖാൻ എത്രയും വേഗം കാട്ടിലെത്തും. വന്ന ഉടനെ മൗഗ്ലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവനറിയും. ഷേർഖാൻ ആരായിരിക്കുമെന്ന് മൗഗ്ലി ആലോചിച്ചു. അപ്പോഴാണ് മനുഷ്യരെ വെറുക്കുന്ന ഭീകരനായ ഷേർഖാനെക്കുറിച്ച് ബഗീര അവനോട് പറഞ്ഞത്. ഒരു മനുഷ്യൻ ഷേർഖാനെ തീ കൊണ്ട് ആക്രമിച്ചിരുന്നു. അന്നു മുതൽ അവൻ പ്രതികാരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മൗഗ്ലിയെ അവൻ ജീവനോടെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അവനെ തോൽപ്പിച്ച് മൗഗ്ലിയെ സംരക്ഷിക്കണം. ഒരു മനുഷ്യക്കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഷേർഖാനെ നേരിടാൻ ചെന്നായ്ക്കൂട്ടം തയ്യാറായില്ല. അവനും ചെന്നായ്ക്കൂട്ടവും സുരക്ഷിതമായിരിക്കാൻ അവൻ കാട് വിട്ടു പോയേണ്ടതാണെന്ന് അവർ പറഞ്ഞു. കാടിനടുത്തുള്ള ഒരു മനുഷ്യഗ്രാമം എനിക്കറിയാം. ഞാൻ മൗഗ്ലിയെ അവിടെ വിടാം. എല്ലാവരും ഉടൻ തന്നെ അതിന് സമ്മതിച്ചു. പക്ഷെ സീത മാത്രം വിഷമത്തോടെ അതിന് സമ്മതിച്ചു. നേരം പുലർന്നപ്പോൾ മൗഗ്ലിയെ കൊണ്ടുപോകാൻ ബഗീര ഗുഹയുടെ അടുത്തെത്തി. മൗഗ്ലി, നമുക്ക് പോകാം. അല്ലെങ്കിൽ സമയത്തിന് ഗ്രാമത്തിലെത്താൻ സാധിക്കില്ല. ഞാനെങ്ങോട്ടും വരുന്നില്ല. ഈ കാടാണ് എന്റെ വീട്. ഞാൻ ഇവിടെ വിട്ടു പോയില്ല. അത് നിന്റെ നല്ലതിനു വേണ്ടിയാ മൗഗ്ലി. മൗഗ്ലിയെ മുന്നോട്ടു പോകാൻ ബഗീര നിർബന്ധിച്ചു. ദിവസം മുഴുവനും നടന്നപ്പോൾ അവർ കാടിന്റെ മധ്യത്തിലെത്തി. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. മൗഗ്ലി, നമുക്ക് ഈ മരത്തിൽ കിടന്നുറങ്ങി നാളെ രാവിലെ യാത്ര തുടരാം. മൗഗ്ലിക്ക് വിഷമം തോന്നി. അവൻ ബഗീരയിൽ നിന്നും അകന്ന് മൃദുലമായൊരു കൊമ്പിൽ കിടന്നുറങ്ങി. പിന്നീട് അവൻ മനസ്സിലാക്കി അതൊരു മൃദുലമായ കൊമ്പല്ലെന്ന്. പകരം അതൊരു സർപ്പമായിരുന്നു. ഓഹോ, നീ ആരാണ്? ഞാനാണ് മൗഗ്ലി. ഓ, വളരെ നന്നായി. നീ എങ്ങോട്ടാ പോകുന്നത്? എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. മൗഗ്ലി കായയുടെ കണ്ണിലേക്ക് നോക്കി. ചുറ്റുമുള്ളതെല്ലാം അവൻ മറന്നു. കായയുടെ കണ്ണുകളിലേക്ക് അവനെ ആകർഷിക്കുകയായിരുന്നു. പെട്ടെന്ന് ബഗീര കൈപ്പത്തിക്കൊണ്ട് കായയുടെ തലയ്ക്കടിച്ചു. കൃത്യസമയത്ത് മൗഗ്ലിയും മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സർപ്പത്തെ തള്ളിയിട്ടു. കാ മരത്തിൽ നിന്നും താഴേക്ക് വീണു. നന്ദി മൗഗ്ലി. നിങ്ങളോടും നന്ദി പറയുന്നു ബഗീര. അവർ രാത്രി ഉറങ്ങാൻ നല്ലൊരു സ്ഥലം തേടിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം ബഗീര ഉച്ചത്തിലുള്ള ഒരു പാട്ട് കേട്ട് ഉണർന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ബാലുവും മൗഗ്ലിയും പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് ബഗീര കണ്ടു. ഏയ് ബാലു, എത്ര മനോഹരമായ ജീവിതമാണ് നിന്റേത്. കുട്ടി, നീയും മോശമല്ല. ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാം. അതെ ബഗീര, നിങ്ങളിത് കേട്ടോ. എനിക്ക് ബാലുവിന്റെ കൂടെ നിൽക്കാന്ന്. തീർച്ചയായും. വേണ്ട മൗഗ്ലി. ഷേർഖാൻ കാട്ടിലെത്തുന്നതിന് മുൻപ് നീ അടുത്തുള്ള ഗ്രാമത്തിലെത്തണം. ബാലുവും മൗഗ്ലിയും വെള്ളത്തിൽ നീന്തി കളിക്കുന്നത് കണ്ട് കുരങ്ങന്മാരെല്ലാം ഒരു ശൃംഖലയുണ്ടാക്കി മൗഗ്ലിയെ കാലിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു. എന്നെ താഴെ ഇറക്ക്, താഴെ ഇറക്കെന്ന്. ആരാണവർ? മനുഷ്യക്കുരങ്ങിന്റെയും കുരങ്ങന്മാരുടെയും കൂട്ടമാണത്. ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാം. നിങ്ങൾ മൗഗ്ലിയെയും കൊണ്ട് പോയിക്കോളൂ. മൗഗ്ലി, വേഗം എന്റെ പുറത്തു കയറ്. ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം. അപ്പോഴേക്കും ഷേർഖാൻ കാട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. അവൻ ഈ കാട്ടിൽ നിന്ന് ഓടിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ആ സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, നിങ്ങൾ ആ മനുഷ്യക്കുട്ടിയെ കുറിച്ച് കേട്ടോ? മനുഷ്യക്കുട്ടിയെ കുറിച്ച് ഇപ്പോഴൊന്നും പറയരുത്. ഷേർഖാൻ നീ പറയുന്നത് കേൾക്കും. മനുഷ്യക്കുട്ടിയോ? എവിടെയാണവൻ? ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൂടെ കടുവയുമുണ്ട്. ആ കുട്ടിയെ കൊന്ന് മനുഷ്യരോടുള്ള പ്രതികാരം വീട്ടാനുള്ള അവസരമാണിതെന്ന് ഷേർഖാൻ മനസ്സിലാക്കി.
അടുത്ത ദിവസം കാടിന്റെ മധ്യത്തിൽ വെച്ച് ബഗീര, തീ എന്ന് വെച്ചാൽ എന്താ? ഭൂമിയിലെ ഏറ്റവും ചൂടുള്ളൊരു വസ്തു അതേതിനെ തൊട്ടാലും അതിനെ വിഴുങ്ങും. തീയുണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കും. ഷേർഖാന് അഗ്നിയെ മാത്രമേ പേടിയുള്ളൂ. ബാലുവും അവരുടെ കൂടെ കൂടി. മൗഗ്ലി അവനെ കണ്ടതിൽ സന്തോഷിച്ചു. ഈ കുട്ടി പോയേ തീരൂ എന്നുണ്ടോ? എനിക്കെന്തുകൊണ്ടോ ഇവനെ ഇഷ്ടപ്പെട്ടു. ഷേർഖാൻ തിരിച്ചെത്തിയ കാര്യം നിനക്ക് അറിയാൻ പാടില്ലേ? ഷേർഖാൻ, പക്ഷെ അവൻ മൗഗ്ലിയെ എന്തു ചെയ്യും? നിനക്ക് ഓർമ്മയില്ലേ? മനുഷ്യരുണ്ടാക്കിയ തീ കൊണ്ടാണ് ഷേർഖാന്റെ ദേഹത്തെ രോമം മുഴുവനും കത്തിയത്. നാണക്കേട് കൊണ്ട് അവൻ ഈ കാട്ടിൽ നിന്നും ഓടിപ്പോയത്. ഓ, ആ കാര്യം എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഏതായാലും മൗഗ്ലി ഈ കാട് വിട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷെ ബാലു, ഞാൻ കരുതി നിങ്ങൾ എന്റെ സുഹൃത്താണോ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. മൗഗ്ലിക്ക് ദേഷ്യം വന്നു. അവൻ അവരെ വിട്ട് കാടിനകത്തുള്ളൊരു ഗുഹയിൽ കയറി ഒളിച്ചു. നിർഭാഗ്യവശാൽ ആ ഗുഹ ഷേർഖാന്റേതായിരുന്നു. ഒടുവിൽ നമ്മൾ കണ്ടുമുട്ടി. എനിക്ക് നിന്നെ പേടിയില്ല. ഞാൻ നിന്നെ ഇടിച്ചു വീഴ്ത്തും ഷേർഖാൻ. മൗഗ്ലി അതുവരെ ഷേർഖാനെ കണ്ടിരുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ തന്നെ അവൻ ആളെ മനസ്സിലായി. ഞാൻ ആരാണെന്നറിയാമോ? എനിക്കെല്ലാം അറിയാം. എന്നെ കൊല്ലുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. അത് കൊള്ളാം. നീ എന്റെ സമയം ലാഭിച്ചു. എനിക്ക് പ്രതികാരത്തിനുള്ള സമയമായി. ഷേർഖാൻ മൗഗ്ലിയുടെ പുറകെ ഓടി ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക്. മലയുടെ മുകളിൽ എത്താറായപ്പോഴേക്കും ഷേർഖാൻ അവന്റെ വഴി തടഞ്ഞു. ബഗീര, ഷേർഖാൻ മൗഗ്ലിയെ ആ അഗ്നിപർവ്വത മലമുകളിലേക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടു. ബഗീരയും ബാലുവും ഉടനെ സ്ഥലത്തെത്തി. ബാലു ഷേർഖാന്റെ നേരെ കല്ലുകൾ എറിയാൻ തുടങ്ങി. ബഗീര ശബ്ദമുണ്ടാക്കാതെ പുല്ലുകൾക്കിടയിലൂടെ ഷേർഖാന്റെ കണ്ണിൽപ്പെടാതെ മൗഗ്ലിയുടെ അടുത്തെത്തി. മണ്ടന്മാരെ, നിങ്ങൾ എന്നേക്കാൾ സമർത്ഥരാണെന്ന് തോന്നുന്നുണ്ടോ? ഷേർഖാൻ ഒറ്റ അടികൊണ്ട് ബാലുവിന് മുറിവേൽപ്പിച്ചു. ബാലു നിലത്ത് വീണു. എന്നിട്ട് ഷേർഖാൻ ബഗീരയുടെ മേൽ ഗർജിച്ച് ചാടി വീണു. ബഗീരയോട് പുറകോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. മൗഗ്ലി, ഓടിക്കോ, രക്ഷപ്പെടാൻ നോക്ക്. ഇല്ല ബഗീര, ബാലു, ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. പെട്ടെന്ന് ഭൂമി കുലുങ്ങി രണ്ടായി പിളർന്നു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പുല്ലുകളിൽ തീ പിടിച്ച് ആ തീ പടരാൻ തുടങ്ങി. തീ എന്ന് പറയുന്നത് ഇതാണോ? മൗഗ്ലി, ഓടിക്കോ. പഴയ ശത്രുവിനെ കണ്ടപ്പോൾ ഷേർഖാൻ തരിച്ചു നിന്നു. ആ തീ അവന്റെ രോമങ്ങൾ കത്തിച്ചത് അവൻ ഓർമ്മ വന്നു. കത്തുന്ന ഒരു കൊമ്പ് മൗഗ്ലി കൈയിലേന്തി. എന്നിട്ടവൻ ഷേർഖാന്റെ അടുത്തേക്ക് ചെന്നു. മൗഗ്ലി, പുറകോട്ട് വാ. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഹേയ് ഷേർഖാൻ, വാ, എന്നെ ആക്രമിക്കാൻ വന്നു നോക്ക്. ഷേർഖാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഓടി മൗഗ്ലിയെ ആക്രമിക്കാൻ ചെന്നു. മൗഗ്ലി ഷേർഖാനെ കത്തുന്ന കൊമ്പുകൊണ്ട് വീശി. വേണ്ട, അങ്ങനെ ചെയ്യരുത്. മൗഗ്ലി കൊമ്പ് ഷേർഖാന്റെ ഇരുവശങ്ങളിലേക്ക് മാറി മാറി വീശി. ഷേർഖാൻ പുറകോട്ട് മാറിയെങ്കിലും അവനൊരു അഗ്നിപർവ്വതത്തിന്റെ അകത്തേക്ക് വീണു. മൗഗ്ലി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ഒരു പുരുഷനെ പോലെ ധൈര്യശാലിയാ. നമുക്കിവിടെ ഒന്ന് പോകാം. എല്ലാവരും സുരക്ഷിതമായൊരു സ്ഥലത്തെത്തി അവരുടെ മേലുണ്ടായിരുന്ന കരി മുഴുവനും കഴുകിക്കളഞ്ഞു. ഭഗീര, ഇനി ഞാൻ മനുഷ്യർ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പോകണ്ടല്ലോ. എന്റെ കുടുംബത്തിനടുത്തേക്ക് പോയിക്കോട്ടെ. പോകാം മൗഗ്ലി, നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാം. ഹേ കുട്ടി, ഇനി നീ എങ്ങോട്ടും പോകില്ല. എന്റെ കൂടെ ഉണ്ടാവണം. ഷേർഖാനെ തോൽപ്പിച്ചതോർത്ത് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ആരോ നടന്നുവരുന്ന ശബ്ദം അവർ കേട്ടു. ആരാണത്? നോക്കൂ, നമ്മൾ മനുഷ്യരുടെ ഗ്രാമത്തിലെത്തി. മൗഗ്ലി ഒരു സുന്ദരിയായ പെൺകുട്ടി പുഴയിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടു. ഇതിനു മുമ്പൊരു പെൺകുട്ടിയെ കാണാത്തതുകൊണ്ട് അവൻ അന്തം വിട്ടു നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് നീന്തിച്ചെന്നു. അവൾ ആദ്യം പേടിച്ചുവെങ്കിലും അവൻ ആരാണെന്നറിയാൻ അവൾക്ക് ജിജ്ഞാസ തോന്നി. മൗഗ്ലി. ഹേയ് മൗഗ്ലി, അവൻ അവന്റെ ആൾക്കാരോടൊത്ത് ജീവിക്കുന്നതാണ് നല്ലത്. ബഗീരയോടും ബാലുവിനോടും യാത്ര പറഞ്ഞ് ആ പെൺകുട്ടിയുടെ പുറകെ അവൻ ഗ്രാമത്തിലേക്ക് നടന്നു. ബാക്കിയുള്ള കാലം സന്തോഷത്തോടെ മനുഷ്യരുടെ കൂടെ ജീവിച്ചു. അലാവുദ്ദീനും അത്ഭുത വിളക്കും. പണ്ട് ഒരു രാജ്യത്ത് അലാവുദ്ദീൻ എന്നൊരു നല്ല കുട്ടി ജീവിച്ചിരുന്നു. അവൻ സുന്ദരനും സമർത്ഥനുമായിരുന്നു. അതേസമയം അലസനുമായിരുന്നു. അവന്റെ അമ്മ ജീവിക്കാൻ വേണ്ടി പഴങ്ങൾ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അവൻ മാർക്കറ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു വൃദ്ധൻ അലാവുദ്ദീനെ അന്വേഷിച്ച് മാർക്കറ്റിലേക്ക് വന്നു. ഹേ കുട്ടി, ഇവിടെ വരൂ. എന്താ വേണ്ടത്? നീ അലാവുദ്ദീനാണോ? അതെ. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. നിന്നെയും നിന്റെ അമ്മയെയും സഹായിക്കാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ ഈ നാട്ടിൽ നിന്നും വളരെ അകലേക്ക് പോയിരുന്നു. നിങ്ങളെ കാണാൻ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് നിന്റെ അച്ഛൻ മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്.
അവൻ എന്നോട് സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. നീ എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് കുറച്ച് സ്വർണം തരാം. ഞാനൊന്ന് അമ്മയോട് പറയട്ടെ. സമയം കളയാൻ പറ്റില്ല. നിനക്ക് സ്വർണം ആവശ്യമുണ്ടോ അതോ വേണ്ടയോ? അലാവുദ്ദീൻ അയാളെ വിശ്വസിച്ചില്ല. പക്ഷേ അവന് സ്വർണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൻ അയാളുടെ കൂടെ ആ രാജ്യം വിട്ടുപോയി. അവർ നോവ എന്ന രാജ്യത്തിന്റെ മധ്യത്തിലുള്ള വലിയൊരു പാറയുടെ അടുത്തെത്തി. വൃദ്ധൻ ചില മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ പാറയുടെ ഒരു വശം തുറന്ന് ഒരു തുരങ്കം കാണപ്പെട്ടു. ഇയാളൊരു മാന്ത്രികനായിരിക്കണം. ഞാൻ സൂക്ഷിച്ചേ മതിയാവും. ആ തുരങ്കത്തിലേക്ക് കടക്കും. അതിലൂടെ പോയാൽ ഒരു ഗുഹ കാണാം. അവിടെ ഒരു പഴയ വിളക്കുണ്ടായിരിക്കും. അതെനിക്ക് കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് തന്നെ പോയെടുത്താൽ എന്താ? എനിക്ക് വയസ്സായില്ലേ. നീ വെറുതെ സമയം കളയില്ലേ. ചെല്ല്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത ഇരുട്ടാണ്. ഇതാ ഈ മോതിരം അണിഞ്ഞോളൂ. ഇത് നിനക്ക് വഴി കാണിച്ചു തരും. അലാവുദ്ദീൻ തുരങ്കത്തിൽ കയറിയ ഉടനെ മോതിരം പ്രകാശിക്കാൻ തുടങ്ങി. തുരങ്കത്തിൽ പടികളുള്ളതവൻ കണ്ടു. അതിലൂടെ താഴെ ഇറങ്ങിയപ്പോൾ നിധിശേഖരം അവൻ കണ്ടു. ഹായ്, എന്തുമാത്രം സ്വർണങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളുമാണ്. എന്നിട്ടും ആ മാന്ത്രികന് പഴയ വിളക്ക് മാത്രം മതിയെന്നോ? അലാവുദ്ദീൻ ആ വിളക്ക് കണ്ടുപിടിച്ചു. എന്നിട്ട് കഴിയുന്നത്ര നിധികളും അവൻ കയ്യിലെടുത്തു. ഹേ മടയാ, വേഗം തിരിച്ചു വാ. ഈ തുരങ്കം അധിക നേരം തുറന്നിരിക്കില്ല. എത്രയും വേഗം ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാൻ അലാവുദ്ദീൻ ശ്രമിച്ചു. പക്ഷെ നിധിയുടെ ഭാരം കൊണ്ട് അവന് വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞില്ല. ഓ, എന്തൊരു ഭാരമാണിതിന്. വേഗം പുറത്തേക്ക് വാ, വേഗമാട്ടെ. ഗുഹയിൽ നിന്ന് വേഗം പുറത്തു കിടക്കാൻ അലാവുദ്ദീൻ ശ്രമിച്ചെങ്കിലും തുരങ്കം അടയാൻ തുടങ്ങിയിരുന്നു. ആ വിളക്ക് എനിക്ക് എറിഞ്ഞതാ. ഇല്ല, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ. എടാ മടയാ, ആ വിളക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകും. അലാവുദ്ദീൻ ആ മാന്ത്രികനെ വിശ്വസിച്ചില്ല. ഏതാനും രത്നങ്ങൾ ഭാണ്ഡത്തിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയെങ്കിലും തുരങ്കം മൂടിക്കഴിഞ്ഞിരുന്നു. ഗുഹയ്ക്കുള്ളിൽ തനിച്ചായ അലാവുദ്ദീൻ അസ്വസ്ഥതയോടെ കൈകൾ തിരുമ്മിയപ്പോൾ മോതിരത്തിൽ കൈ ഉരഞ്ഞു. ഉടനെ അവിടെ ഒരു ഭൂതം പ്രത്യക്ഷനായി. ആജ്ഞാപിച്ചാലും യജമാനനെ. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വീണ്ടും ജീവൻ തന്നതിന് നന്ദി. എനിക്ക് താങ്കൾ ചെയ്തു തന്ന സഹായത്തിന് ഞാൻ 3 വരങ്ങൾ നൽകുന്നു. എന്താണ് വേണ്ടതെന്ന് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് എന്നോട് ചോദിക്കുക. ഓ, ഒരുപാട് നന്ദി. എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അങ്ങയുടെ ആഗ്രഹം പോലെ ആകട്ടെ യജമാനനെ. അലാവുദ്ദീൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി തന്റെ വീടിന്റെ മുമ്പിൽ തിരിച്ചെത്തി. ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ. സുരക്ഷിതനായി തിരിച്ചെത്തിയ അലാവുദ്ദീൻ മാന്ത്രികൻ എന്തുകൊണ്ടാണ് പഴയ വിളക്ക് ആവശ്യപ്പെട്ടതെന്ന് ആലോചിച്ചു. അവൻ ആ വിളക്കെടുത്ത് അതിലെ പൊടി തുടച്ചു. വിളക്ക് കുലുങ്ങി. അതിൽ നിന്നും വിചിത്രമായൊരു രൂപം പുറത്തേക്ക് വന്നു. എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ നിറവേറ്റി തരും. നീ ആരാണ്? ഞാൻ ഈ അത്ഭുത വിളക്കിലെ ഭൂതമാണ്. ഏത് ആവശ്യങ്ങളും നിറവേറ്റാൻ എനിക്ക് സാധിക്കും. ഇത് സത്യമാണോ? എങ്കിൽ എന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനാക്കൂ. അപ്പോൾ തന്നെ അലാവുദ്ദീന്റെ വീട് ഒരു വലിയ മാളികയായി മാറി. അവന്റെ വസ്ത്രങ്ങൾ മാറി പകരം രാജകീയ വസ്ത്രങ്ങളായി. അവൻ പണക്കാരനായി. എന്റെ വീടെവിടെ? ഞാൻ ഈ മാളിക മുൻപിടെ കണ്ടിട്ടില്ലല്ലോ. അമ്മേ, ഇതാണ് ഇനി നമ്മുടെ വീട്. നമ്മൾ പണക്കാരായി മാറി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അമ്മേ, അച്ഛനൊരു സ്നേഹിതനാണ് ഇതിനെല്ലാം കാരണം. അലാവുദ്ദീന്റെ പ്രതാപം രാജ്യം മുഴുവനും അറിഞ്ഞു. എല്ലാവരോടും കരുണയും സ്നേഹവും കാണിക്കുന്ന ഒരു പണക്കാരനായി അവൻ മാറി. മഹാരാജാവും അവനെക്കുറിച്ച് അറിഞ്ഞു. ആരാണ് ഈ അലാവുദ്ദീൻ? അയാളെ എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. അയാളോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറയൂ. അലാവുദ്ദീൻ രാജാവിനെ കാണാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി വന്നു. അലാവുദ്ദീൻ, എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. താങ്കളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. ഈ സമ്മാനങ്ങൾക്ക് നന്ദി. എന്നെ ക്ഷണിച്ചതിന് നന്ദി മഹാരാജാവേ. എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എത്തിയതുകൊണ്ട് അത് ചോദിച്ചോട്ടെ? ചോദിക്കൂ, എന്താണത്? ഞാൻ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാരാജാവ് അത്ഭുതത്തോടെ രാജകുമാരിയെ നോക്കി. അലാവുദ്ദീനെ കണ്ട നിമിഷം തന്നെ രാജകുമാരിക്ക് അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവനെക്കുറിച്ച് പല നല്ല വാർത്തകളും അവൾ കേട്ടിരുന്നു. മഹാരാജാവിന് അത് മനസ്സിലായി. അദ്ദേഹത്തിനും അവനെ ഇഷ്ടപ്പെട്ടു. അവരുടെ വിവാഹം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ആഘോഷം ആരംഭിച്ചു. എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ അലാവുദ്ദീന്റെ വിവരങ്ങൾ അറിഞ്ഞ മാന്ത്രികന് അത് രസിച്ചില്ല. അയാൾ കോപാകുലനായി ആ വിളക്ക് സ്വന്തമാക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് തലേ ദിവസം ഒരു വിളക്ക് വ്യാപാരിയുടെ വേഷത്തിൽ അയാൾ അലാവുദ്ദീൻ ഇല്ലാത്തപ്പോൾ അവിടെ എത്തി. വിളക്ക് വേണോ? വിളക്ക് വേണോ? പഴയ വിളക്കുകൾക്ക് പകരം ഞാൻ പുതിയ വിളക്ക് തരും. പഴയ വിളക്കുകൾ കൊണ്ടുവരൂ, ഞാനത് മാറ്റിത്തരാം. ഇതൊരു സുവർണാവസരമാണ്.
നിങ്ങളുടെ വിളക്കുകൾ കാണിക്കൂ. എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ. വിളക്ക് വ്യാപാരിയുടെ വേഷത്തിൽ വന്ന മാന്ത്രികൻ അലാവുദ്ദീന്റെ അമ്മയ്ക്ക് ഏറ്റവും മികച്ച വിളക്ക് കാണിച്ച് പഴയ വിളക്കിനു പകരം പുതിയ വിളക്ക് വാങ്ങാൻ അവരെ നിർബന്ധിച്ചു. അലാവുദ്ദീന്റെ കയ്യിലുള്ള പഴയ വിളക്കിനെക്കുറിച്ച് അമ്മയ്ക്ക് ഓർമ്മ വന്നു. ആ വിളക്കെടുക്കുവാനായി അമ്മ അകത്തേക്ക് പോയി. ആഹാ! ഇത്ര പെട്ടെന്ന് കാര്യം സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ പദ്ധതി ഇതാ നിറവേറാൻ പോവുകയാണ്. ഇതാ വിളക്ക്. ആ വിളക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാതെ ആ വിളക്ക് അമ്മ അയാൾക്ക് കൊടുത്തു. ഇതാ ആ പഴയ വിളക്കിന് പകരം എന്റെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വിളക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത്ഭുത വിളക്ക് കയ്യിൽ കിട്ടിയ ഉടനെ മാന്ത്രികൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അലാവുദ്ദീൻ, നീ ശരിക്കും ഒരു മടയൻ തന്നെയാണ്. മാന്ത്രികനെ കണ്ട് അലാവുദ്ദീൻ ഞെട്ടി. മാന്ത്രികൻ പെട്ടെന്ന് അത്ഭുത വിളക്ക് ഉരച്ചു. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആവശ്യമറിയിക്കൂ, ഞാനത് നിറവേറ്റി തരും. ഭൂതമേ, നീ അലാവുദ്ദീന് നൽകിയ എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ഉടനെ തിരിച്ചെടുക്കൂ. അവനെ വീണ്ടും തെരുവിലേക്ക് തിരിച്ചയക്കൂ. അപ്പോൾ തന്നെ അലാവുദ്ദീന്റെ മാളികയുടെ സ്ഥാനത്ത് പഴയ വീടായി. അവന്റെ സമ്പത്ത് മുഴുവനും അദൃശ്യമായി. അവന്റെ വസ്ത്രങ്ങളും പഴയതുപോലെയായി മാറി. അലാവുദ്ദീൻ വീണ്ടും ദരിദ്രനായി. രാജകുമാരിയും രാജാവും ഈ രാജ്യത്തുള്ള എല്ലാവരും അലാവുദ്ദീനെ മറന്നു പോകണം. അങ്ങാടിയിലുള്ളവർ ഇവനെ പഴവിൽപ്പനക്കാരിയുടെ മകനായി തന്നെ തിരിച്ചറിയണം. നാളെ രാജകുമാരിയുമായുള്ള എന്റെ വിവാഹം നടക്കണം. ഇതെല്ലാമാണ് എന്റെ ആഗ്രഹങ്ങൾ. അടുത്ത ദിവസം മാന്ത്രികനും രാജകുമാരിയും തമ്മിലുള്ള വിവാഹമാണ്. അലാവുദ്ദീന്റെ ഹൃദയം തകർന്നു. പണക്കാരനും ദയാലുവുമായിരുന്ന അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. രാജകുമാരിയും അവനെ മറന്നു. അവൾ മാന്ത്രികനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. എല്ലാവരും ഭൂതത്തിന്റെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടു. പക്ഷേ അലാവുദ്ദീൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ കൊട്ടാരത്തിൽ ചെന്ന് വിവാഹം തടയാൻ തീരുമാനിച്ചു. എന്നെ അകത്തേക്ക് വിടൂ. ഞാനാണ് രാജകുമാരി വിവാഹം കഴിക്കേണ്ടത്. ആ മാന്ത്രികൻ നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുന്നു. നീയോ? നീയാണോ രാജകുമാരി വിവാഹം കഴിക്കാൻ പോകുന്നത്? ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഭടന്മാർ അലാവുദ്ദീനെ തെരുവിലേക്ക് തള്ളിയിട്ടു. അവൻ അകത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവന് മാന്ത്രികൻ കൊടുത്ത മോതിരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അതവന്റെ വിരലിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതവന് കൊടുത്തത് ഭൂതമായിരുന്നില്ലല്ലോ. ഇതുകൊണ്ട് എനിക്ക് അകത്ത് കിടക്കാം. അവൻ മോതിരം ഉരച്ചപ്പോൾ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആജ്ഞാപിച്ചാലും യജമാനനെ. വേഗം എന്നെ രാജകുമാരിയുടെ അടുത്ത് കൊണ്ടുപോകൂ. അലാവുദ്ദീൻ ഉടൻ തന്നെ കൊട്ടാരത്തിനകത്തെത്തി. രാജകുമാരി വിവാഹത്തിന് ഒരുങ്ങുന്നത് അവൻ കണ്ടു. അവൻ മുറിക്കകത്ത് കടന്നു. മാന്ത്രികൻ എവിടെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. മോതിരത്തിലെ ഭൂതത്തോട് ഒരു വരം കൂടി ചോദിക്കാമെന്ന് അവൻ ആലോചിച്ചു. മോതിരത്തിലെ ഭൂതമേ, എന്നെ അത്ഭുത വിളക്കിനടുത്തെത്തിക്കൂ. ഉടൻ തന്നെ അലാവുദ്ദീൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി മാന്ത്രികന്റെ മുറിയിലെത്തി. മാന്ത്രികൻ വിവാഹത്തിന് ഒരുങ്ങുകയായിരുന്നു. അലാവുദ്ദീൻ മുഖം മറച്ച് മുറിക്കകത്ത് പ്രവേശിച്ചു. രാജാവേ, അങ്ങയെ വിവാഹത്തിന് വേണ്ടി ഒരുക്കാനാണ് ഞാൻ വന്നത്. ശരി, എനിക്ക് എന്റെ ടർബനും ഷൂസും എടുത്തുകൊണ്ടുവരൂ. മാന്ത്രികൻ തന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലാവുദ്ദീൻ മുറികൾ പരിശോധിച്ച് വിളക്ക് കണ്ടുപിടിച്ചു. അവൻ ആ വിളക്ക് ഉരച്ചു. ആവശ്യമറിയിക്കൂ, ഞാനത് നിറവേറ്റി തരുന്നതായിരിക്കും. അലാവുദ്ദീന്റെ കയ്യിൽ വിളക്ക് കണ്ട് മാന്ത്രികൻ ഞെട്ടി. ഭൂതമേ, താൻ ആരാണെന്നത് മാന്ത്രികൻ മറന്നു പോകണം. രാജകുമാരിക്ക് എന്നെ വീണ്ടും ഓർമ്മ വരണം. നഷ്ടപ്പെട്ട ധനം മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടുകയും വേണം. അലാവുദ്ദീന്റെ വസ്ത്രങ്ങൾ വീണ്ടും രാജകീയമായി. മാന്ത്രികൻ താൻ ആരാണെന്നറിയാതെ അങ്ങുമിങ്ങും നടന്നു. അലാവുദ്ദീൻ ഭൂതത്തിന് നന്ദി പറഞ്ഞു. അതിനെ വിളക്കിൽ നിന്ന് മോചിപ്പിച്ചു. നന്ദി അലാവുദ്ദീൻ, ഞാൻ എന്നും നിങ്ങളുടെ നല്ല ഒരു സുഹൃത്തായിരിക്കും. രാജകുമാരിക്ക് വീണ്ടും അലാവുദ്ദീനെ ഓർമ്മ വന്നു. നിശ്ചയിച്ച ദിവസം തന്നെ അവർ വിവാഹിതരായി. മാന്ത്രികൻ തെരുവുകളിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. അലാവുദ്ദീൻ സന്തോഷത്തോടെ അനേകകാലം ജീവിച്ചു.